ഇത് കെ ബി ജനാർദ്ദനൻ എന്ന ജനു. അടുപ്പമുള്ളവർക്ക് ജനു മാഷ്. സ്വദേശം പേരാവൂരിനടുത്ത് പെരുന്തോടി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ. വർഷങ്ങളായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് ജീവിതവും പ്രവർത്തനവും. 1992 മുതൽ യുറീക്ക ശാസ്ത്ര മാസികയുടെ പത്രാധിപ സമിതി അംഗം. 2000 മുതൽ 10 വർഷക്കാലം യുറീക്ക മാസികയുടെ പത്രാധിപർ. ബാലസാഹിത്യ വിഭാഗത്തിലടക്കം നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ്. ബാലസാഹിത്യ കൃതിയായ വൈകി വിടർന്ന മയിൽപീലികൾ എന്ന പുസ്തകത്തിന് ഇത്തവണത്തെ അബുദാബി ശക്തി അവാർഡ് ലഭിച്ചു. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പുരസ്കാരങ്ങൾ. ജനു എന്ന എഴുത്തുകാരൻ സംസാരിക്കുന്നു. മാഷേ നമസ്കാരം. ഈ തവണത്തെ അബുദാബി ശക്തി അവാർഡ് ലഭിച്ചു. ബാലസാഹിത്യത്തിനാണ് ലഭിച്ചത്. മാഷ എങ്ങനെയാണ് ഈ ബാലസാഹിത്യത്തിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ്? ബാലസാഹിത്യം ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ വായിച്ചത് പോലും കുറവാണ്. 71 യുറീക്ക തുടങ്ങിയ കാലത്ത് തന്നെ ഏതാണ്ട് വന്നതാണ് പിന്നെ ബാലരമ എന്ന എൻ്റെ ഓർമ്മ. ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഒരു ബാലസാഹിത്യം എന്നതിൽ ആദ്യം സമീപിക്കുന്ന ഒരു പക്ഷേ ബാലരമനെ. പിന്നെ സ്കൂളുകളിൽ നിന്ന് വല്ലപ്പോഴും ലഭിക്കുന്ന ലൈബ്രറി. പക്ഷേ ജീവിതത്തിനിടയിൽ പരിഷത്ത് പ്രവർത്തകനായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അവർ തന്നെ പരിഷത്തിൻ്റെ ഭാരവാഹികൾ തന്നെ യുറീക്കയുടെ പത്രാധിപ സമിതിയിലെടുക്കും. അതിൽ ഓരോരുത്തരെ ഓരോ എഡിറ്റർമാരെ സഹായിച്ച് ഒടുവിൽ ഞാനതിൻ്റെ എഡിറ്ററായി മാറുകയായി. ഈ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ യുറീക്കയ്ക്ക് വേണ്ടി എഴുതി തുടങ്ങിയതാണ് എൻ്റെ ബാലസാഹിത്യം. അതിനു മുമ്പ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് സർവകലാശാല തലത്തിലൊക്കെ ചെറുകഥാ രചനക്കൊക്കെ സമ്മാനങ്ങൾ നേടുന്നുണ്ട്. ചെറിയ ചെറിയ ലിറ്റിൽ മാഗസിനുകൾ കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വലിയ മാസികകളിലൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഒരു ലേഖനമാണ് ശരിക്കും കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചില്ല. അല്ലാത്തൊരു സാഹിത്യബന്ധം അതിൽ കൂടുതലൊന്നും പറയാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ യുറീക്കയിൽ വന്നപ്പോൾ യുറീക്കയ്ക്ക് ആവശ്യാധിഷ്ഠിതമായി പലതും എഴുതേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ ഒരു റീടോൾ ചെയ്തുകൂടെ എന്ന് അന്നത്തെ എഡിറ്റർ എസ് ശിവദാസനോട് ചോദിച്ചപ്പോഴാണ് ഫിലിയാസ് ഫോഗിൻ്റെ ലോകപര്യടനം എന്ന് പറഞ്ഞാൽ റൗണ്ട് ദി വേൾഡ് ഇൻ 80 ഡേയ്സ് ഞാൻ റീടോൾ ചെയ്യുന്നത്. പക്ഷേ അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ NBTയുടെ മലയാള വിഭാഗം എഡിറ്റർ റൂബിൻ ഡിക്രൂസ് വരുന്നുണ്ട്. അദ്ദേഹമാണ് ഒരുപാട് വിദേശ ബാലസാഹിത്യങ്ങളെ പരിചയപ്പെടുന്നത്. ഇങ്ങനെയാണ് ഈ ബാലസാഹിത്യത്തിലേക്ക് വരുന്നതിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. റൂട്ടാണെന്ന് പറയുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഈ ചില ചെറിയ ലേഖനങ്ങൾ കഥാരൂപത്തിലൊക്കെ ഈ ശാസ്ത്ര വിഷയങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കഥ എന്ന് പറഞ്ഞ് ഒരു പക്ഷേ ആദ്യമായിട്ട് ഈ നോവൽ ഭൂമിയിലെത്തിയ വിരുന്നുകാർ എന്ന പേരിൽ അത് 98 യുറീക്ക 12 ലക്കങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുന്നു. അതിനുമുമ്പ് ഈ ഫിലിയാസ് ഫോഗിൻ്റെ ലോകപര്യടനം വരുന്നുണ്ട്. അത് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. അത് പ്രധാനപ്പെട്ടതുമാണ്. ഈ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോൾ കഥ എഴുതുന്നവരും കവിത എഴുതുന്നവരും നോവൽ എഴുതുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ബാലസാഹിത്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എളുപ്പമായി തോന്നുമെങ്കിലും, വായിക്കുമ്പോൾ ഒരു എന്താ പറയുക, വലിയ സങ്കീർണതകളില്ലാതെ വായിച്ചു പോകാമെങ്കിലും അത് എഴുതുക എന്ന് പറഞ്ഞാൽ വലിയ അധ്വാനമാണ്. കാരണം കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നിലയിൽ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് എഴുതുക എന്ന് പറയുന്നത് വലിയൊരു സാഹസമാണ്. പിന്നീട് ഈ ബാലസാഹിത്യത്തിൽ തന്നെ ഒട്ടേറെ കൃതികളും മാഷ് പ്രസിദ്ധീകരിച്ചല്ലോ. അതിൽ എങ്ങനെ ഉറച്ചു നിൽക്കാനുള്ള പിന്നീടുള്ള ഒരു പ്രചോദനമായി മാറുന്നത് ഈ ഒരു തുടക്കത്തിൻ്റെ ഒരു അനുഭവം തന്നെയാണ്? അതെ, ഈ തുടക്കം തന്നെയാണ്. ഈ യുറീക്കയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും മറ്റുള്ളവരോട് പറയുക, ഞാൻ അത്ര വലിയ എഴുത്തുകാരനൊന്നുമല്ല, അത്ര വലിയ ഭാവനാശക്തിയൊന്നും ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുമല്ല. പക്ഷെ ഞാൻ യുറീക്കയുടെ എഡിറ്റർ എന്ന നിലയിൽ ഞാൻ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തരക്കേടില്ലാത്തൊരു എഡിറ്ററാന്ന് തോന്നാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് നല്ല അസിസ്റ്റൻ്റ്, എൻ്റെ കൂടെ സഹായിക്കാൻ എനിക്ക് ഗുരുതുല്യരായ KT രാധാകൃഷ്ണൻ, പാപ്പുട്ടി മാഷ്, ഇങ്ങനെ കുറേ ആൾക്കാർ. അപ്പോൾ രാധാകൃഷ്ണൻ മാഷ് എഡിറ്റർ ആകുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആവുന്നത്. ഇവരുടെ കൂടെ കൂടുമ്പം ഈ വിദ്യാഭ്യാസത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പുതിയ പുതിയ ഐഡിയകളിൽ സൂചനകൾ കിട്ടും. മാഷിൻ്റെ കൂടിയുള്ളതിലാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയും ബാലസാഹിത്യത്തിലേക്ക് പുതിയ എഴുത്തുകാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ക്യാമ്പുകൾ നടത്തി തുടങ്ങിയത്. എഴുത്തുകാരുടെ ക്യാമ്പ് സംഘടിപ്പിക്കുക. എഴുത്തുകാരുടെ ക്യാമ്പിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഇത് കൊടുക്കണം, പുതിയ മാതൃകകൾ കൊടുക്കണം. അതിന് ഈ റൂബിൻ്റെ ഈ സാധനങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തന്നെ എഴുതാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഓരോ ക്യാമ്പ് കഴിയുമ്പോൾ എഡിറ്ററുടെ വക എന്താ വരുന്നതെന്നുള്ള ഒരു ആകാംക്ഷയുണ്ടാവും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ മാറ്റുകയാണ്. മുതിർന്നവരുടെ സെൻസിബിലിറ്റി, ഭാവുകത്വത്തിനനുസരിച്ച് എഴുതുന്ന പോലെ ഞാൻ കുട്ടിയായിട്ട് കുട്ടികളുടെ ഭാവുകത്വത്തിൽ നിന്നിട്ട് കുട്ടികളത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആളല്ല എന്ന് തിരിച്ചറിഞ്ഞ്
അവരുടെ ലോകത്ത് മുതിർന്നവരുടെ സാഹിത്യത്തിൽ ചെയ്യാവുന്ന പരീക്ഷണങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അങ്ങനെ ബാലസാഹിത്യത്തിൽ ഉറച്ചു നിൽക്കാൻ മാഷ്ക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങൾ പ്രേരണയാകുന്നു, അതിൻ്റെ ഒരു തുടർ സംഭവങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് അതിലേക്ക് ഇപ്പോൾ യുറീക്കയിൽ പിന്നീട് നിരന്തരമായി കുട്ടികളുടെ പങ്ക്തി കൈകാര്യം ചെയ്യുന്നു, അവർക്ക് വേണ്ടുന്നത് എഴുതുന്നു, പിന്നീട് പുസ്തക പ്രസിദ്ധീകരണങ്ങളിലേക്ക് കൂടി കടക്കുന്നു. അതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ഒരു അനുഭവം എന്താണ്? ഇപ്പോൾ കുട്ടികൾ എഴുതുന്നതിനും പ്രാധാന്യമുണ്ട്. ആ സമയത്താണ് ഞാനിപ്പോൾ എൻ്റെ കൂടെ അവാർഡ് പങ്കുവെച്ചൊരു കുട്ടിയുണ്ട്, NG നയനതാര. അവള് 3ാം ക്ലാസ് പഠിക്കുമ്പോൾ പിന്നെ യുറീക്കയുടെ ചുവടുകളിൽ കൃത്യമായിട്ട് ഡേറ്റ് വരെ അറിയാം. 1992 ഒക്ടോബറിലൊക്കെ യുറീക്കയിൽ ചുവടുകളിൽ അണ്ണാറക്കണ്ണൻ എന്ന് പറയുന്ന ഒരു കഥ എഴുതുന്നു. അപ്പോൾ അതുവരെ കുട്ടികൾ എഴുതുന്നത് വ്യത്യസ്തമായിരുന്നു. ആ ഒറ്റൊരു 3ാം ക്ലാസ്സുകാരിയുടെ ഒരു സ്പാർക്ക്. ചോദിക്കുന്ന ചോദ്യം ഇതാണ്: അണ്ണാറക്കണ്ണൻ ചിൽ 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 എന്ന ശബ്ദം കേട്ടിട്ട് കുട്ടി തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ഒരു അണ്ണാറക്കണ്ണൻ, എന്താ നിൻ്റെ പേര്? അണ്ണാറക്കണ്ണൻ മറുപടി: മണ്ട, നിൻ്റെ അച്ഛനിട്ട പേരാ ഞാൻ. ഇത്രയേ ഉള്ളൂ കഥ. ഇത് എനിക്ക് എപ്പോഴും ബൈഹാട്ടാണ്. ഞാൻ എന്താ വെച്ചാൽ കുട്ടികളുടെ ക്യാമ്പിൽ ഇത് പ്രയോഗിക്കാറുണ്ട്. ഈ സ്പാർക്ക് ഇതെങ്ങനെയാണ്, നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് കുട്ടി ചോദിക്കുന്നത്. കുട്ടി അറിഞ്ഞോ അറിയാതെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് ഇത് ഓരോ കുട്ടിയും ചോദിക്കുന്നുണ്ടാവും എന്നുള്ള ചിന്ത വരുന്നുണ്ട്. ഈ ശരിക്കും ഈ ബാലപ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ പറഞ്ഞ ബാലരമ, അതുപോലെ പിന്നെ അങ്ങനെയുള്ള ബാലമംഗളം ഒരു കാലത്ത്, അതിൻ്റെ എല്ലാം കൂടെയാണ് യുറീക്ക. ഒരു തരത്തിൽ അതൊരു മത്സര കാലഘട്ടം കൂടിയായിരുന്നു. കാരണം ശാസ്ത്ര വിഷയങ്ങളെയും ഈ പറഞ്ഞതുപോലെ യുക്തിക്കനുസരിച്ചും സമൂഹത്തിലെ അതുപോലെ ചുറ്റുമുള്ള പ്രകൃതിയെ അടിസ്ഥാനപ്പെടുത്തി ആ കഥകളും അതുപോലെ കവിതകളും രൂപപ്പെടുത്തുക, പഠനപരമായിട്ടുള്ള കാര്യങ്ങളെ ഒരു കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് ആ വിപണി കൂടി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലപ്രസിദ്ധീകരണങ്ങളുടെ ഒരു മത്സരത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. അവരുടെ കൂടെയാണ് യുറീക്കയും വന്നുകൊണ്ടിരുന്നത്. വെല്ലുവിളി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. യുറീക്ക ഒരു കാലഘട്ടത്തിൽ ഒരു മത്സരത്തിന് പറ്റുമായിരുന്ന ഒരു കുട്ടികളുടെ പ്രസിദ്ധീകരണം അല്ല. എന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് ആ സമയത്തുള്ള ഞങ്ങളുടെ പരമാവധി കോപ്പി എൻ്റെ ഓർമ്മയിൽ 75,000 വരെ നമ്മൾ കയറിയൊരു അവസരമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ശരാശരി ഞങ്ങൾ 50-ലാണ് നിൽക്കുന്നത്. 40-50 ഇടയിലാണ് നിൽക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഒരു 2.5-3 ലക്ഷം കോപ്പികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലരമയും ബാലഭൂമിയും. അവർ തമ്മിലാണ് മത്സരം. ഞങ്ങൾ ഈ പൂമ്പാറ്റ വന്ന കാലത്ത് പൂമ്പാറ്റയും ബാലരമയും തമ്മിലൊരു മത്സരം ഉണ്ടായിരുന്നു. അന്ന് ബാലഭൂമി ഇല്ല. ഇതാണ് കുട്ടികളായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ. അങ്ങനെ ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അവസാനം ഈ ചുവടുകൾ ഇത്ര ശക്തമായപ്പോൾ എന്തുകൊണ്ട് കുട്ടികളെ കൊണ്ടൊരു ലക്കിറക്കി ആ ഒരു ചിന്ത വരുന്നു. അങ്ങനെ ഞങ്ങൾ കുട്ടികൾ മാത്രം എഴുതുന്ന ലക്കം ഇറക്കും. അത് എന്തോ പേരും ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഉണ്ടാക്കുന്ന യുറീക്ക. അത് ആദ്യ ലക്കത്തിൽ സാധാരണ പോലെ ഞങ്ങളെ ആർട്ടിസ്റ്റ് വരച്ചു. 2ാമത്തെ ലക്കം മുതൽ ആർട്ടിസ്റ്റുകളും കുട്ടികളായി. പിന്നെ ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് ക്യാമ്പ് നടത്താൻ തുടങ്ങി. ഈ ക്യാമ്പൊക്കെ വരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം അതാണ്. എന്നെ ബാലസാഹിത്യകാരനൊക്കെ ഇതൊക്കെയാണ്. എഡിറ്റർ ആവുന്നത് ഇങ്ങനെയാണ്. ഈ എഡിറ്റർ ആയതിൻ്റെ കൊണ്ട് എനിക്ക് ഇപ്പം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ എൻ്റെ ഒരു സഹായത്തോടെയോ അല്ലെങ്കിൽ ഞങ്ങൾ ടീമിൻ്റെ സഹായത്തോടു കൂടിയോ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്ന ഒരുപാട് ആളുണ്ട്. അത് മുതിർന്നവരുണ്ട്. വ്യക്തിപരമായ ഒരു കാര്യത്തിലേക്ക് വന്നാൽ ഇതിനിടയിൽ ഇപ്പോൾ പേരാവൂരിലെ പെരുന്തോടിയിലെ വീട്ടിലിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. മാഷ് പക്ഷേ കോഴിക്കോടുകാരനായി മാറി. ഈ നേരത്തെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ KB ജനാർദ്ദനൻ പിന്നീട് ജനു ആകുന്നു. ഏറ്റവും അടുപ്പമുള്ളവർക്ക് ജനു മാഷാകുന്നു. അത് അധ്യാപകനായതുകൊണ്ട് മാഷായതല്ല. പക്ഷേ അതെങ്ങനെയാണ് ഈ ജനു മാഷ് വരുന്നതും പിന്നെ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ ജനു ആകുന്നതും? യഥാർത്ഥ പേര് KB ജനാർദ്ദനൻ നേരത്തെ പറഞ്ഞതുപോലെ. എന്താണ് ഈ പേരുകളിലെ ഒരു സമീപനം വ്യത്യസ്തത വന്നത്? എങ്ങനെയാണത്? അതൊരു കൗതുകം കൊണ്ട് ചോദിക്കുന്നതാണ്. KB ജനാർദ്ദനൻ ജനുവായത് എഴുതാൻ തുടങ്ങിയപ്പോഴല്ല. അച്ഛനും അമ്മയിട്ട പേര് ജനാർദ്ദനൻ എന്നാണ്. സ്കൂളിൽ ചേർത്തപ്പോൾ KB ജനാർദ്ദനൻ എന്നാണ്. പക്ഷേ എല്ലാവരും അച്ഛനും അമ്മയും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചെറുപ്പം മുതലേ വിളിച്ചത് ജനു എന്നാണ്. അപ്പം ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും വിളിക്കുന്ന പേര് എടുത്തു എന്നേ ഉള്ളൂ. ഒരു കാര്യം കൂടി, ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ അപ്പോൾ സംസ്ഥാനത്തുടനീളം സഞ്ചരിക്കുക, തിരിച്ച് കണ്ണൂരിലേക്ക് എത്തുമ്പോൾ ഇവിടെയുള്ള പരിഷത്തിൻ്റെ സഹപ്രവർത്തകർ, അവരുടെ ഒരു ബന്ധം ഇപ്പോഴും അതെങ്ങനെ സൂക്ഷിക്കുന്നു എന്ന് കൂടി പറയാമോ? പക്ഷേ പലപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് കോഴിക്കോട് എത്തി പരിഷത്ത് പ്രവർത്തകനായപ്പോൾ നാട്ടിലേക്ക് വരവൊക്കെ വളരെ കുറവാണ്. ഇവിടെ വന്നാലും ഈ വീട്ടിൽ വരും, തിരിച്ച് എത്രയും വേഗം കോഴിക്കോട് എത്തുക എന്നുള്ളതായിരിക്കും. പക്ഷെ ഫലത്തിൽ നാട്ടുകാരായിട്ടും പഴയ എൻ്റെ ഒരു കാലത്ത് എപ്പോഴും പോകുന്നൊരു സ്ഥലം തലശ്ശേരിയായിരുന്നു. തലശ്ശേരി ഞാൻ താമസിച്ച് പിടിച്ച വീടൊക്കെ ഉണ്ട്, പാലയാട്.
അടപ്പോക്കൊക്കെ നിന്നുപോയി, കുറേ കുറഞ്ഞു പോയി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പരിഷത്തിൽ നമ്മൾ ആദ്യം പ്രവർത്തിച്ചു തുടങ്ങിയാലും സംസ്ഥാന സമ്മേളനങ്ങളിലൊക്കെ കുറേ വൈകിട്ടല്ലേ, എന്ന് വെച്ചാൽ അതെ. അപ്പം നമ്മളാണെങ്കിൽ പ്രതിനിധിയായിട്ട് വരാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ ഈ യുറീക്കയിൽ ഓരോ പടവ് കയറി വരുമ്പോഴാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെല്ലുമ്പോഴാണ് കണ്ണൂരെ പരിഷത്ത് പ്രവർത്തകർ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കുക, എനിക്ക് പരിചയമുണ്ട് ആരെങ്കിലും ഉണ്ടോ. അങ്ങനെയാണ് ഒരിക്കൽ എന്നെ പഠിപ്പിച്ച് ജോസഫ് മാഷ് കോളയാട് പിന്നെ തൊടുപുഴ സംസ്ഥാന സമ്മേളനത്തിൽ. അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതിനു മുമ്പ് ഈ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉൾപ്പെടെ അവാർഡുകൾ വന്നു. എത്ര പുസ്തകങ്ങൾ മാഷ് ഇതുവരെ വന്നു മാഷുടേതായിട്ട്? 14 പുസ്തകം വന്നിട്ടുണ്ട്. അത് 14 വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ശ്രദ്ധിക്കപ്പെട്ട പുസ്തകം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം അച്ചടിച്ച പുസ്തകം ശരിക്കും പറഞ്ഞാൽ കഥയോ ബാലസാഹിത്യമൊന്നുമല്ല. അത് റോമിലസ് വിറ്റേക്കറുടെ ഇന്ത്യയിലെ കോമൺ സ്നേക്സ് ഇൻ ഇന്ത്യ. അത് പ്രത്യേകിച്ച് ഈ തെക്കേ ഇന്ത്യയിലെ പാമ്പുകളെ കുറിച്ചുള്ളൊരു പുസ്തകമാണ്. അത് NBT മലയാളത്തിലാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ എനിക്കാണത് ഏതോ മാഷന്മാർ എനിക്കൊന്ന് പ്രോസസ് K. ശ്രീധരനോ മറ്റോ എൻ്റെ പേര് പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു. അങ്ങനെ അവരത് എനിക്ക് അയച്ചു തന്നിട്ട് 3 അധ്യായം മാതൃകയായിട്ട് അയച്ചു കൊടുക്കാൻ വിവർത്തനം ചെയ്തു കൊടുത്ത് അവരെനിക്കത് അപ്രൂവ് ചെയ്യും. ആ സമയമാണ് റൂബിൻ അവിടെ എത്തുന്നത്. പിന്നെ ഈ ഭൂമിയിലെത്തിയ വിരുന്നുകാരാണ് എന്നെ അടയാളപ്പെടുത്തിയത്. എനിക്കൊരു പക്ഷേ ഏറ്റവും കൂടുതൽ വായനക്കാരുണ്ടായതും അതിനാണ്. അത് ഏതാണ്ട് 10 എഡിഷനൊക്കെ വന്നു. ഒരുപാട് പുസ്തകങ്ങൾ ചില. എന്തായാലും വളരെ സന്തോഷമുണ്ട് മാഷോട് സംസാരിക്കാൻ കഴിഞ്ഞത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു എഴുത്തുകാരനുണ്ടെന്നും യുറീക്ക എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രചാരം നേടിയ ശാസ്ത്ര മാസിക കുട്ടികളുടെ പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നു ഇങ്ങിവിടെ പേരാവൂരിനടുത്ത് ഉണ്ടെന്നും അധികം ആളുകൾക്ക് അറിയില്ല. അത് ഇങ്ങനെയുള്ള ഈ നാട്ടുകാരനാണെന്ന് കൂടുതൽ അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ കൂടി ഒരു സംഭാഷണമായിട്ട് ഇത് മാറുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അബുദാബി ശക്തി അവാർഡ് അങ്ങയുടെ കൃതിക്ക് ലഭിച്ചു. അതിനാദ്യമേ അഭിനന്ദനം അറിയിക്കുകയാണ്, പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാഷിൻ്റെ ശിഷ്യ നയനതാരയോടുകൂടി ഞങ്ങളുടെ അന്വേഷണവും അഭിനന്ദനവും അറിയിക്കണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എനിക്ക് ഈ അബുദാബി ശക്തി അവാർഡ് കിട്ടുന്നതിന് മുമ്പ് 3 അവാർഡ് കിട്ടിയിട്ടുണ്ട്. പരിഗണനയും സ്നേഹവുമാണ്. ഈ ഒരാഴ്ച ഞാൻ മുഴുവനായിട്ട് എനിക്ക് അവാർഡിനേക്കാളും ഇപ്പം നാളെ ഇപ്പോൾ അവാർഡ് 22-ാം തീയതി ഞാൻ അവാർഡ് ഏറ്റുവാങ്ങും. അതിനേക്കാളും എനിക്ക് അവാർഡ് എന്നെ പ്രചോദിപ്പിച്ചതോ എന്നെ ഉത്തേജിപ്പിച്ചതോ ഈ സ്നേഹമാണ്. അത് നയനതാര തൊട്ട് നമ്മളെ കയ്യിൽ കൂടി നമ്മൾ എന്തെങ്കിലും സഹായിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ കൂടെ വന്നു. നമ്മുടെ പരിഷത്തിലെ ഗുരുഭൂതന്മാരെന്ന് പറയാവുന്നവരൊക്കെ അതിനെ അഡ്രസ്സ് ചെയ്തു, എൻഡോഴ്സ് ചെയ്തു. തീർച്ചയായും മാഷ് ഈ പറയുന്ന നിലയിലുള്ള സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൂടെ ഈ ഒരു ഭാഷണം കൊണ്ട് കൂടിച്ചേരാനും ഞങ്ങൾക്കും കഴിഞ്ഞത് ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട്. വളരെയധികം നന്ദി സംസാരിച്ചതിൽ. ഓക്കെ.